വെൽക്കം ബാക്ക് ടു എൻചാൻറ്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. നമ്മൾ ഇന്ന് പഞ്ചവത്സര പദ്ധതികൾ കോഡിലൂടെ എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി അതൊരു കോഡിലൂടെ എങ്ങനെ നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചിരുത്താമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം 1ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതി കോഡിലൂടെ എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് നോക്കുന്നത്. അതൊരു കഥാരൂപത്തിലുള്ള കോഡാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മൾ 12 ദിവസത്തെ ഒരു ടൂർ പോകാനെന്ന് സങ്കല്പിക്കും. 5:10 സ്റ്റാർട്ട് ചെയ്യണം. 6 മണി അടുപ്പിച്ച് അവിടെ എത്തി. നമ്മൾ ആദ്യം സന്ദർശിച്ചത് രാജ് എന്ന് പറയുന്ന ഒരു കർഷകന്റെ കുടുംബത്തെയാണ്. രാജ് എന്ന കർഷകന്റെ കുടുംബത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹം നമ്മൾ സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തുകയാണ്. നമ്മൾ അദ്ദേഹം പ്രമുഖനായ ഒരു കർഷകനാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അദ്ദേഹത്തിന്റെ കൃഷിപ്പാടം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിക്കുന്നു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള കൃഷിപ്പാടത്തിലേക്ക് പോകുന്നു. അങ്ങനെ കൃഷിപ്പാടത്തിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തന്നു. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന് 2 മക്കളാണ്. അതിലെ ഹാരോൾഡ് എന്ന് പറഞ്ഞ മകൻ IIT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോമർ എന്ന മകൻ UGC ഒക്കെ കഴിഞ്ഞ് സാമൂഹ്യ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ആ മകന് കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ട്. കുടുംബാസൂത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ മകൻ പ്രവർത്തിക്കുന്ന അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തന്നു. അതിനുശേഷം അദ്ദേഹത്തിന് കൃഷിയോടുള്ള താല്പര്യത്തെക്കുറിച്ചും കാർഷിക മേഖലയിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് കടന്നു വന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ നമ്മൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം തൊട്ട് സമീപത്ത് കാണുന്ന ഡാമിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് വിശദമാക്കി തന്നത്. അദ്ദേഹത്തിന്റെ കൃഷിപ്പാടം സ്ഥിതി ചെയ്യുന്നത് 3 ഡാമുകൾക്ക് ചുറ്റുപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ കൃഷിപ്പാടം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കൃഷിയിലെ താല്പര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പിന്നെ അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കഥയെന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഒരു 12 ദിവസത്തെ ടൂർ പോകാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ 5:10 സമയത്ത് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. 6 മണിക്ക് നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നു. നമ്മൾ അവിടെ സന്ദർശിക്കുന്നത് രാജൻ എന്ന് പറയുന്ന ഒരു മികച്ച കർഷകന്റെ കുടുംബത്തെയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ച് വീട്ടിലേക്ക് ഇരുത്തുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കൃഷിയോട് താല്പര്യത്തെ കുറിച്ച് മനസ്സിലായി. അത് നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായി. അദ്ദേഹം നമുക്ക് കൃഷിയും അദ്ദേഹത്തിന്റെ കർഷകനായ ഏത് രീതിയിലാണ് അദ്ദേഹം കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, നമ്മളെ അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള കൃഷിത്തോട്ടം സന്ദർശിക്കുന്നതിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടം സന്ദർശിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ 2 മക്കളാണ്. ഹാരോൾഡ് എന്ന മകൻ IIT-യിലാണ് ജോലി ചെയ്യുന്നത്. മറ്റൊരു മകൻ ഡോമറാണ്. ആ ഡോമർ ആകട്ടെ UGC ഒക്കെ എടുത്തതിന് ശേഷം സാമൂഹ്യ വികസന പദ്ധതിയുമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ആ ഡോമറിന് കുടുംബാസൂത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടെന്ന് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തന്നു. അതിനുശേഷം നമ്മൾ കൃഷിഭൂമിയൊക്കെ നന്നായി അദ്ദേഹത്തിന് കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമിനെ കാണിച്ചു തന്നു. അപ്പൊ ഡാം കാണിച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൃഷിയിടം സ്ഥിതി ചെയ്യുന്നത് 3 ഡാമുകൾക്ക് ഇടയിലാണ്. 3 ഡാമുകളാൽ ചുറ്റപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ കൃഷിയുടെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം തിരിച്ച് നമ്മൾ അവിടുന്ന് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ കഥ. അപ്പൊ ഇതിലൂടെ നമ്മൾ എങ്ങനെയാണ് 1951 പഞ്ചവത്സര പദ്ധതി റിലേറ്റ് ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്, 1ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഒരു സമയം പറഞ്ഞു അല്ലെ, ആ കഥയിൽ 5:10 മുതൽ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ 5:10 5ഉം 1ഉം എടുത്തിട്ട് 1951 എന്ന് പറഞ്ഞ ആ വർഷത്തെ നമുക്ക് റിലേറ്റ് ചെയ്യും. 5:10 5ഉം 1ഉം എടുത്ത് 1951. അതുപോലെ തന്നെ 6 മണി എന്ന് പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കുന്നിടത്ത് ആ 6ന്റെ മുമ്പേ ഒരു 5 കൂടെ ഇട്ട് 56 എടുക്കും.
അങ്ങനെയാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 5, 10 എന്നുള്ള സമയത്തെ 5ഉം 1ഉം എടുത്ത് നമുക്ക് 1951 ഓർപ്പിക്കാം. അതുപോലെ 6 മണി എന്നുള്ള സ്ഥലത്ത് നമുക്ക് മുൻപേ ഒരു 5ഉം കൂടെ ഇട്ട് 56 മനസ്സിലാക്കാം. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951, 56 ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? അതെ, ഈ പറയുന്ന കർഷകന്റെ പേര് എന്താണ് നമ്മൾ സൂചിപ്പിച്ചത്? രാജ് എന്ന് പറയുന്ന ഒരു കർഷകനെയാണ് നമ്മളോട് സൂചിപ്പിച്ചത് അല്ലെ? ആ രാജ് എന്ന കർഷകനോടുകൂടി നമുക്ക് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയ പ്രമുഖനായ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. പ്രമുഖനായ ആരാണ് ആമുഖം തയ്യാറാക്കിയത്? ഒന്നാം പഞ്ചവത്സര ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ KN രാജ്. അപ്പൊ അവിടെ രാജ് എന്ന കർഷകനിലൂടെ നമുക്ക് ഡോക്ടർ KN രാജ് എന്ന് പറയുന്ന ഇതിന്റെ ആമുഖം തയ്യാറാക്കിയ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന് 2 മക്കളെ കുറിച്ച് വ്യക്തമാക്കി എന്നാണ്. അപ്പൊ 2 മക്കൾ ആരൊക്കെയാണ്? ഹാരോൾഡും ഡോമറുമാണ്. അപ്പൊ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ത് മാതൃകയാണെന്ന് വെച്ചാൽ ഹാരോൾഡ് ഡോമർ മാതൃകയെ നമ്മൾ പഠിച്ചു. ഹാരോൾഡ് ഡോമർ മാതൃക. ഇനി അവിടെ പല സ്ഥലത്തും പറഞ്ഞു അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള താല്പര്യത്തെ കുറിച്ച് പറഞ്ഞു. ഈ കർഷകരുടെ കൃഷിയുടെ താല്പര്യത്തെ കുറിച്ച് അവിടെ വ്യക്തമാക്കി. അപ്പൊ ഇത് കൃഷിക്ക് പ്രാധാന്യം കൊടുത്ത പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി, അല്ലെങ്കിൽ അതിനെ കാർഷിക പദ്ധതി എന്ന് വിളിക്കുന്നു. നമുക്ക് അതിൽ നിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്താ മനസ്സിലാക്കിയത്? അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലൂടെ നമ്മളെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം അവിടെ ഉള്ള ഡാമുകളെ കുറിച്ച് പരാമർശിച്ചു അല്ലെ? ആ ഡാമുകൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. പ്രമുഖമായ 3 ഡാമുകൾ ഏതാണ്? ബക്രാനങ്കൽ, ഹിറാക്കുഡ്, ദാമോദർ വാലി മുതലായ ഡാമുകൾ നിലനിന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അപ്പൊ അങ്ങനെ നമുക്ക് ഡാമുകളോട് റിലേറ്റ് ചെയ്യും. അടുത്ത് എന്താണ് മനസ്സിലാക്കിയത്? അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ 2ാമത്തെ മകൻ ഡോമർ UGC കഴിഞ്ഞ് നിൽക്കുകയാണെന്ന്, UGC ഒക്കെ പാസ്സായി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ UGC നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28-നാണ്. UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28-നാണ്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് UGC നിലവിൽ വന്നത്. അടുത്തെന്ന് മനസ്സിലാക്കി. ഇനി ആ മകന് തന്നെ കുടുംബാസൂത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുടുംബാസൂത്രണം ഇന്ത്യയിൽ നിലവിൽ വന്നതും ഈ പറഞ്ഞ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു ഡോമർ, അതാണ് ഒരു മകന്റെ പേരെന്ന് പറഞ്ഞു. ഡോമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് UGC. അതുപോലെ അത് നമ്മൾ അങ്ങനെ റേറ്റ് ചെയ്താണ് ഇവിടെ അത് പഠിച്ചിരിക്കുന്നത്. അടുത്ത ഹാരോൾഡ് എന്നൊരു മകൻ ഉണ്ടെന്ന് പറഞ്ഞു. IIT-യിലാണ് ജോലി ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ 5 IIT-കൾ നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. IIT-കൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നതാണ് IIT-കൾ. ഡോമർ UGC പാസ്സായി അതിനുശേഷം സാമൂഹ്യ വികസന പദ്ധതിയുമായി മുന്നോട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സാമൂഹ്യ വികസന പദ്ധതി നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1952-ലാണ് സാമൂഹ്യ വികസന പദ്ധതി. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നത്. അപ്പൊ നമ്മൾ കോഡിലൂടെ അല്ലെങ്കിൽ കഥയിലൂടെ എന്തൊക്കെ മനസ്സിലാക്കി? ഹാരോൾഡ് ഡോമർ മാതൃക എന്ന് മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജ് എന്ന് മനസ്സിലാക്കി. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 5 IIT-കൾ സ്ഥാപിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ UGC നിലവിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ കൃഷിക്ക് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി. അപ്പൊ ഇത്രയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. നമ്മൾ എങ്ങനെയാണ് ഈ കഥയുമായി റിലേറ്റ് ചെയ്ത് പറയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ 2ാം പഞ്ചവത്സര പദ്ധതിയും ഇതുപോലെ ഒരു കഥയിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ 12 ദിവസത്തെ ഒരു ടൂറാണ് തീരുമാനിച്ചത്. 12 ദിവസത്തെ ടൂറിന് നമ്മൾ ആദ്യം പോയതൊരു കർഷകന്റെ കുടുംബത്തിലേക്കാണ്. രണ്ടാമത് സന്ദർശിക്കുന്ന ഒരു വ്യവസായ പ്രമുഖന്റെ കുടുംബത്തെയാണ്. ഇനി അദ്ദേഹത്തിന് മെഹൽനോബിസ് എന്നാണ് പേര്. മെഹൽനോബിസ് എന്ന വ്യവസായിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിന് BRD എന്ന് പറയുന്ന ഒരു വ്യവസായശാലയുണ്ട്. ഇനി അദ്ദേഹം ഈ വ്യവസായശാല അവിടെ പ്രവർത്തിക്കാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് തൊഴില് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ വ്യവസായശാല സ്ഥാപിക്കുന്നത്.
കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കാകട്ടെ കാർഷിക പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ല. അവർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ അങ്ങനെ പുതിയ ഉപകരണങ്ങളൊക്കെ നൽകി അല്ലെങ്കിൽ അതിനാവശ്യമുള്ള സഹായങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വ്യവസായശാല സ്ഥാപിച്ചത്. അങ്ങനെ അദ്ദേഹം ഈ വ്യവസായശാല സ്ഥാപിക്കുന്നു. അപ്പോൾ കർഷകർക്കും പുരോഗതി ഉണ്ടാകുന്നു, അതുപോലെ വ്യവസായത്തിനും വ്യവസായവൽക്കരണം അവിടെ നടക്കുന്നു. അങ്ങനെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അവിടെ നടപ്പിലാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മെഹൽനോബിസ് എന്ന വ്യക്തി വ്യവസായവൽക്കരണത്തോടൊപ്പം തന്നെ കൃഷിക്കും കാർഷിക മേഖലയ്ക്കും പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹൈവേയുടെ അടുത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹം കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യവസായത്തിൽ എത്തിച്ചേരാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തന്നു. അദ്ദേഹം എങ്ങനെ ഈ വ്യവസായശാലകളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് രണ്ടാമത്തെ കഥ. ഒന്നും കൂടെ പറയാം. നമ്മള് 12 ദിവസത്തെ ടൂറാണ് തീരുമാനിച്ചത്. അതിൽ നമ്മൾ ആദ്യം സന്ദർശിച്ച ഒരു കർഷകന്റെ കുടുംബത്തെയാണ്. രണ്ടാമത് നമ്മൾ സന്ദർശിക്കാൻ പോയത് ഒരു വ്യവസായിയുടെ കുടുംബത്തെയാണ്. അദ്ദേഹം ഒരു പ്രമുഖനായ വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മെഹൽനോബിസ് എന്നാണ്. അപ്പൊ അദ്ദേഹം BRD എന്നൊരു വ്യവസായശാല നടത്തിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ ആ ഒരു സ്ഥലത്തെ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ ആളുകളുടെ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വ്യവസായശാല ആരംഭിച്ചത്. അവിടെ കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർക്ക് കാർഷിക പുരോഗതി ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൃഷിക്ക് സഹായമായ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വ്യവസായശാല ആരംഭിച്ചത്. അപ്പം കൃഷിയുടെ പുരോഗതിയും വ്യവസായത്തിന്റെ പുരോഗതി രണ്ടും കൂടെ അദ്ദേഹം അതിന് ലക്ഷ്യം കൊണ്ടാണ് ഈ വ്യവസായശാലകൾ ആരംഭിച്ചത്. അങ്ങനെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. അത് നടപ്പിലാക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ വീട് നമ്മൾ സന്ദർശിക്കാൻ പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേക്ക് അടുത്താണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് വ്യവസായത്തെ കുറിച്ചൊക്കെ ആദ്യം മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കഥ. ഇനി നമുക്ക് ഈ കഥയെ എങ്ങനെ നമ്മളുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി റിലേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെ രണ്ടാം പഞ്ചവത്സര പദ്ധതി റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കഥ ഇവിടെ സൂചിപ്പിച്ചു അല്ലെ. ഇപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം, നമ്മൾ ഒന്നാം പഞ്ചവത്സര കാലഘട്ടം നമ്മൾ മനസ്സിലാക്കി എന്താണ് 51, 56 എന്നാണ്. ഈ പഞ്ചവത്സര പദ്ധതികൾ ഇങ്ങനെ 5 വർഷം കൂടി വേണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എത്രയായിരിക്കും? 56 മുതൽ 5 വർഷം കഴിയുമ്പോൾ 61 അല്ലെ. അപ്പൊ 1956 മുതൽ 61 വരെ, 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ. എടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ പറഞ്ഞു ഈ പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്താണ്? മെഹൽനോബിസ് മാതൃക എന്നാണ് അറിയപ്പെടുന്നത് പറഞ്ഞു. അപ്പൊ നമ്മളുടെ കഥയിൽ നമ്മൾ സൂചിപ്പിച്ച വ്യവസായിയുടെ പേര് എന്താണ്? മെഹൽനോബിസ്. ആ മെഹൽനോബിസ് നമുക്ക് മെഹൽനോബിസ് മാതൃകയുമായി റിലേറ്റ് ചെയ്യാം. അപ്പൊ രണ്ടാം പഞ്ചവത്സരി എന്ത് മാതൃകയാണ്? മെഹൽനോബിസ് മാതൃകയെന്ന് പറയും. ഇനി മെഹൽനോബിസിനെ നമ്മൾ ഒരു വ്യവസായ പ്രമുഖനായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചത് അല്ലെ. അപ്പൊ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലം നമുക്ക് വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു അതിനെ മനസ്സിലാക്കാം. വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു. ഇനി വ്യവസായം തുടങ്ങാനുള്ള പ്രധാന കാരണം എന്താണ്? ആ സ്ഥലത്തെ ആ പ്രദേശത്തെ ആളുകളുടെ തൊഴിലില്ലായ്മയാണ്. അപ്പൊ തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം വ്യവസായശാല സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഒരു ലക്ഷ്യം. ഇനി എന്താ മനസ്സിലാക്കിയത്? അദ്ദേഹത്തിന്റെ വസതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൃഹം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഒരു ഹൈവേയുടെ അടുത്താണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നാഷണൽ ഹൈവേ ആക്ട് നിലവിൽ വന്നത്. നാഷണൽ ഹൈവേ ആക്ട്, അദ്ദേഹത്തിന്റെ വസതി ഒരു ഹൈവേയുടെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഹൈവേയുടെ അരികെയാണെന്ന് പറഞ്ഞു. നാഷണൽ ഹൈവേ ആക്ട് നിലവിൽ വന്നത് 1956 എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. നാഷണൽ ഹൈവേ ആക്ട്. ഇനി നമ്മൾ പറഞ്ഞു വ്യവസായം സ്റ്റാർട്ട് ചെയ്തത് അവിടുത്തെ കർഷകർക്കും കൂടെ സഹായത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കാർഷിക പുരോഗതി അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, അതുപോലെ വ്യവസായവൽക്കരണം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ കൃഷിക്കും അവിടെ വ്യവസായം രണ്ടും വരുന്നുണ്ട്. മിശ്ര സമ്പദ് വ്യവസ്ഥയെ ഊന്നൽ നൽകുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? ഈ പറഞ്ഞ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്.
മിശ്ര സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കി. മിശ്ര സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കി. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു BRD എന്ന് പറഞ്ഞ വ്യവസായശാലയാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു അല്ലെ. BRD എന്ന വ്യവസായശാലയിലൂടെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട എന്താണ് ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ ഏതാണ്? BRD എന്ന വ്യവസായശാല. B for Bhilai, R for Rourkela and D for Durgapur. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വ്യവസായശാല അറിയപ്പെട്ട ഏതാണ്? BRD. അപ്പൊ ആ BRD മെഹലോബസിന്റെ BRDയിലെ B എന്താണ്? ബിലായ എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് ശാലയെ സൂചിപ്പിക്കുന്നു. R എന്ന് പറഞ്ഞ റൂർക്കേല എന്ന് പറഞ്ഞ ഇരുമ്പുരുക്ക് ശാലയെ സൂചിപ്പിക്കുന്നു. D എന്ന് പറഞ്ഞ ദുർഗാപൂർ എന്ന് പറഞ്ഞ ഇരുമ്പുരുക്ക് ശാലയെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ കോഡ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഭിലായി എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലാണ് പ്രവർത്തിക്കുന്ന ഒരു ഇരുമ്പുരുക്ക് ശാലയാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് അത് പ്രവർത്തിക്കുന്നത്. 1957 നിലവിൽ വന്നത്. ഇനി അറിഞ്ഞത് റൂർക്കേല എന്ന് പറയുന്നത് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇനി അത് ആരുടെ സഹായത്തോടെ? ജർമ്മനിയുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. 1959 നിലവിൽ വന്നത്. ഇനി അതേസമയം ദുർഗാപൂർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ബ്രിട്ടന്റെ സഹായത്തോടെ 1959 നിലവിൽ വന്നത്. ഇനി അതുപോലെ തന്നെ ഈ 3 ഇരുമ്പുരുക്ക് ശാലകളുമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ അത് നമ്മൾ BRD എന്ന കോഡിലൂടെയാണ് വ്യക്തമാക്കിയത്. അപ്പൊ ഇങ്ങനെയാണ് ഈ രണ്ടാം പഞ്ചവത്സരത്തെ ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കോഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ കോഡ് നമ്മൾ 2-3 പ്രാവശ്യം പോയിന്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കോഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ തുടർന്നും ഇത്രയും കോഡുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ദിവസത്തെ ടോപ്പിക്കിനെ കാത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ കോഡ് യൂസ്ഫുൾ ആയെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ ഇനി മറ്റൊരു കോഡുമായി കാണാം. Till then, bye from me. Thank you.